ഹലോ ഫ്രണ്ട്സ്, മലപ്പുറത്തെ പുതിയാപ്പിള സ്പെഷ്യൽ പത്തിരി എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പത്തിരിയും തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ എനിക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞ കുറച്ച് ടിപ്സൊക്കെ ആഡ് ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. വെള്ളം നമ്മൾ 4 കപ്പ് എടുക്കാതെ അതിൽ നിന്നും 1/2 കപ്പ് ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും റൈസ് പൗഡറും ഈ ഒരു കപ്പിനാണ് അളന്നെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൈസ് പൗഡർ നമ്മുടെ പച്ചരി ഉണക്കി പൊടിച്ചെടുത്ത പൗഡറാണ്. ഞാനിവിടെ 2 കപ്പ് റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 3.5 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കാതെ നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. എന്നാൽ നമുക്ക് പത്തിരി തയ്യാറാക്കണമെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളത്തിൽ ചെറുതായിട്ട് ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് റൈസ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട, അല്പാൽപമായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ വെള്ളത്തിലേക്ക് റൈസ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. ഈ മാവ് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുള്ള സ്ലാവിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് കുഴച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് കുഴച്ച് തുടങ്ങാം. നന്നായിട്ട് ചൂടാറിയിട്ടില്ല, മാവ് ചെറുതായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട്. ആ ഒരു സമയം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്കിത് മാവ് റെഡിയാക്കാൻ. ഈ ഒരു മാവ് കുഴക്കുന്നിടത്താണ് പത്തിരിയുടെ സീക്രട്ട് കിടക്കുന്നത്. നമ്മൾ പത്തിരിയുടെ പൊടി കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. കയ്യിൽ വെള്ളം തടവിയതിന് ശേഷം പത്തിരിമാവ് കുഴച്ചെടുക്കുക. നമ്മൾ മാവ് സോഫ്റ്റായി കിട്ടുന്നവരെ കുഴച്ച് റെഡിയാക്കി എടുക്കണം മാവിനെ. നമ്മുടെ മാവ് സോഫ്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ മാവിൽ നിന്നും ഒരു സൗണ്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ കാണുകയും ചെയ്യും ആ സൗണ്ട് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ പത്തിരിമാവ് റെഡിയായി എന്നുള്ള സൂചനയാണ്. ഈ ഒരു ട്രിക്സ് എനിക്ക് ഉമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ പത്തിരിമാവൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഈ മാവിനെ നമുക്ക് ഇങ്ങനെ നീളത്തിലാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പോർഷൻ മുറിച്ചെടുത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. നമ്മുടെ കൈ ഒട്ടുകയാണെങ്കിൽ വെള്ളം തടവിയിട്ട് ഉരുളകളാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ പത്തിരിയുടെ ഉരുളകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ ഉരുളയും ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പത്തിരിക്ക് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ പത്തിരി പല രൂപത്തിലും ആയിരിക്കും. ആദ്യമൊക്കെ എൻ്റെ പത്തിരി അമീബയുടെയൊക്കെ രൂപത്തിലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പത്തിരി റൗണ്ടായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ള മാവൊക്കെ ഒന്ന് അടച്ച് വെക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാവിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അടുത്തത് നമ്മൾ പത്തിരി പരത്തിയെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അല്പം റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. സെയിം പൗഡർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ള മാവും എടുക്കുക. എന്നിട്ട് അല്പം പൊടിയെടുത്ത് സ്ലാബിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മാവ് ഒന്ന് പൊടിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. നമുക്ക് പത്തിരി ഉണ്ടാക്കുമ്പോൾ നോമ്പ് കാലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പുതിയാപ്പിളാരൊക്കെ വരുമ്പോൾ ഉള്ള ഓർമ്മകളാണ് മനസ്സിൽ ഓടി വരിക. പണ്ടൊക്കെ നോമ്പ് കാലങ്ങളിൽ
30 ദിവസങ്ങളിലും പത്തിരി തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല അറേബ്യൻ ഫുഡുകളൊക്കെ കയറി വരുന്നിട്ട് നമ്മുടെ പത്തിരിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മിക്ക ദിവസങ്ങളിലും പത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ പരത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പത്തിരി ഏകദേശം റൗണ്ടായി വരുന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നല്ല റൗണ്ടൊന്നും ആയിട്ടില്ല, എന്നാലും ഓക്കെ. ഇനി നമ്മുടെ പത്തിരിയുടെ 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുക. എന്നാൽ നമ്മുടെ പത്തിരി ചുട്ടെടുക്കുമ്പോൾ കരിഞ്ഞു പോകില്ല. പൊടി ഉണ്ടെങ്കിൽ പത്തിരിയൊക്കെ ബ്രൗൺ നിറം, കരിയല്ല ചെറുതായിട്ട് ബ്രൗൺ നിറമായിട്ട് വരും. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് പത്തിരി പരത്തുന്നത് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് പ്രസ്സുമ്മൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ ബോളൊന്ന് അമർത്തിയെടുക്കുക ഫസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പ്രസ്സിൽ അമർത്തിയ പത്തിരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പത്തിരി നല്ല റൗണ്ട് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. പ്രസ്സിൽ അമർത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും കഴിയും. നമ്മൾ പ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നേരം പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പത്തിരി പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് തട്ടിയെടുത്തിട്ടാണ് പത്തിരി പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മുടെ കയ്യിൽ പത്തിരിക്കല്ല് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി അതാണ്. അതിൽ നമുക്ക് 3-4 പത്തിരിയൊക്കെ ആയിട്ട് ചുട്ടെടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. പത്തിരി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ചെറുതായിട്ട് ആവി പോകുന്ന സമയത്ത് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്ന സമയത്ത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി വളരെ പെട്ടെന്ന് തന്നെ പൊന്തി വരും. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. ഞങ്ങളിതിനെ ഒറ്റപ്പൊള്ളനായിട്ട് പൊന്തി എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ പൊന്തി റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പത്തിരി ഇടുന്നതിന് മുമ്പായിട്ട് ആ പാനൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പത്തിരിയുടെ ആ പത്തര മാറ്റം അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് പത്തിരിയുടെ കൂടെ കഴിക്കാൻ ഒരു കറിയും കൂടെ ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ലിവർ കറിയും കൂടെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ പത്തിരി റെഡി ആകുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ചൂടായിക്കൊണ്ടിരിക്കുന്ന മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒനിയനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് വാടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/4 ടീസ്പൂണ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലിവർ കറിക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്പം വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലിവർ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ ഈ പുതിയാപ്പിള സ്പെഷ്യൽ പത്തിരിയും ലിവർ കറിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.